നമസ്കാരം. ഛത്തീസ്ഗഡിൽ നിന്നും ഒരു 5 വനവാസി സഹോദരിമാർ കേരളത്തിലെത്തുന്നു എന്ന് സങ്കല്പിക്കുക. അവർ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു വാർഡ് കേന്ദ്രീകരിച്ച് വീടാന്തരം കയറിയിറങ്ങുന്നുവെന്ന് വിചാരിക്കുക. യാതൊരു രേഖയുമില്ലാതെ വീട്ടുകാരോട് ചില വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു, ചില പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെയൊക്കെ അവരോടൊപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നൊക്കെ വിചാരിക്കുക. നമ്മൾ അവരെ സംശയത്തോടു കൂടി വീക്ഷിക്കുകയില്ലേ? ഈ 4 വീട് കയറി ഇറങ്ങുമ്പോൾ തന്നെ അവർ മാല മോഷ്ടിക്കാൻ വന്നവരാണോ, അല്ലെങ്കിൽ അവർ പകല് വീട് കണ്ടുവച്ച ശേഷം രാത്രി മോഷ്ടിക്കാൻ വന്നവരാണോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്താനെത്തിയ കുറുവാ സംഘമാണോ എന്നൊക്കെ അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ പരക്കും. നമ്മൾ അവരെ തടഞ്ഞു വയ്ക്കും, ചോദ്യം ചെയ്യും, പോലീസിനെ അറിയിക്കും. ഒരുപക്ഷെ പോലീസിനെ പോലും അറിയിക്കാതെ 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്യും. അത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളതാണ്. എന്തിന് ഛത്തീസ്ഗഡിൽ നിന്ന് വരണം? നമ്മുടെ നാട്ടിലെ തന്നെ ഏതാനും ചില ആളുകൾ, വനവാസി മേഖലകളിൽപ്പെട്ട ചില ആളുകൾ ഇതുപോലെ നാട്ടിലേക്ക് ഇറങ്ങി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അവർ ഭക്ഷണം തേടി നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങിയാലൊക്കെ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അങ്ങനെയല്ലേ നമ്മൾ മധുവിനെ അടിച്ചു കൊന്നത് എന്ന് നമ്മൾ ഓർക്കണം. ആ കേസ് എന്തായി? ആ കേസിന്മേൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനത്തിൽ തന്നെ നടത്തിയ അട്ടിമറി ശ്രമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും മധുവിൻ്റെ കുടുംബത്തിന് ആ കാര്യത്തിൽ നീതി കിട്ടിയിട്ടില്ല എന്നോർക്കണം. എന്നിട്ട് വേണം ഈ കാര്യങ്ങളിലൊക്കെ നീതി ഉറപ്പാക്കിയിട്ട് വേണം ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്ന മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ടി കരയാൻ. കാരണം കന്യാസ്ത്രീകളുടേത് ഈ പറയുന്നത് പോലെ ഛത്തീസ്ഗഡിൽ വലിയ നിയമങ്ങളുണ്ട്. അതായത് ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗത്തെ സംരക്ഷിക്കുവാനായി അവർ പുറമേ നിന്നുള്ള ധാരാളം ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന ജനവിഭാഗമാണ്. ഈ ചൂഷണം തടയാനായി, അവരുടെ സ്വത്വത്തെ സംരക്ഷിക്കാനായി ധാരാളം നിയമങ്ങൾ അവിടെയുണ്ട്. ഛത്തീസ്ഗഡിൽ വന സംരക്ഷണ നിയമമുണ്ട്. അതുപോലെ തന്നെ ആദിവാസികളെ സംരക്ഷിക്കുന്ന നിയമമുണ്ട്. ആദിവാസികളെ മതപരിവർത്തനം ചെയ്യുന്നത് തടയാനുള്ള നിയമമുണ്ട്. പ്രലോഭനങ്ങളിൽ പെടുത്തിയും അതുപോലെ തന്നെ പണം നൽകിയും ഒക്കെ ആദിവാസികളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം നടത്തുകയും ആ മതപരിവർത്തനം അവിടെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നത് വലിയ തലവേദനയാണ് കാലാകാലങ്ങളായി ഛത്തീസ്ഗഡിലെ സർക്കാരുകൾക്ക്. അത് കോൺഗ്രസ് സർക്കാർ ആയിക്കോട്ടെ, BJP സർക്കാർ ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലം മുതൽക്ക് തന്നെ അവിടെ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. കാരണം അവിടെ നടത്തുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തനം അത് ഈ പറയുന്നത് പോലെ പണം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്നത് പോലെ ഭക്ഷ്യധാന്യങ്ങൾ, പാൽപ്പൊടി, പാമോയിൽ ഇതൊക്കെ നൽകുക, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് മതപരിവർത്തനം നടത്തുന്നത്. ഈ മതപരിവർത്തനം അവിടുത്തെ സാമൂഹിക ഘടനയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ആ സാമൂഹിക ഘടന മാറുന്നത് കൊണ്ട് തന്നെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സംഘർഷങ്ങൾ തടയുക എന്നത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അത് നിയമം മൂലം തടഞ്ഞിരിക്കുന്നു. ഭരണഘടനാ ലംഘനം, ഞങ്ങൾക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന തന്നിട്ടുണ്ട്. മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായും തന്നിട്ടുണ്ടാകാം. പക്ഷേ മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയി ആ പരിവർത്തനം ചെയ്തേ അടങ്ങൂ എന്ന് പറയുന്നത് നിയമലംഘനമാണ്. നിയമക്കുരുക്കിൽപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടെ പോയി ഈ പാവപ്പെട്ട ആദിവാസി ഊരുകളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ കുട്ടികളെ അതും ഇതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച്, ആ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്തിനാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന ആദ്യ ചോദ്യത്തിന് ആ പെൺകുട്ടിക്ക് ഉത്തരമേ ഇല്ലായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. മാത്രമല്ല, എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളെ ജോലിക്കായി കൊണ്ടുപോവുകയാണ്. എന്ത് ജോലിക്കാണ് കൊണ്ടുപോകുന്നത്? ആദ്യമൊക്കെ ആഹാരം പാകം ചെയ്യുക, അടുക്കള പണി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പതിയെ പതിയെ ഞങ്ങളെ നേഴ്സുമാരാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രലോഭനങ്ങൾ നൽകിയാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. ഈ കുട്ടികളെ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്ക് എത്തിച്ചു കൊടുക്കാനായി ഒരു ഏജന്റിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്തിൻ്റെ എല്ലാ പ്രാഥമികമായ തെളിവുകളും പ്രാഥമികമായ സ്വഭാവങ്ങളും ഈ സിസ്റ്റർമാർ പിടിയിലാകുമ്പോൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. എന്നിട്ട് പോലും അവിടുത്തെ പോലീസ് അല്ലെങ്കിൽ റെയിൽവേ പോലീസോ നടപടിയെടുക്കാൻ പാടില്ല. അവിടെ ഇവരുടെ മേൽ കേസ് ചാർജ് ചെയ്യാൻ പാടില്ല. കേസ് ചാർജ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം എടുക്കുക എന്നുള്ളതാണ് നിയമപരമായ പോംവഴി. അങ്ങനെ ജാമ്യം എടുക്കാനുള്ള എല്ലാ സഹായവും അവിടുത്തെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അവർക്ക് പോരാ. ഇത് കേസ് തന്നെ ക്വാഷ് ചെയ്യണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത്. അത് പോയി പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന് ഛത്തീസ്ഗഡിലെ സർക്കാരും പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ ഈ പറയുന്നത് പോലെ മതപരിവർത്തനങ്ങൾക്കെതിരെ ധാരാളം പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ ഹിന്ദു സംഘടനകൾ
വനവാസി മേഖലകളെ സംരക്ഷിക്കുന്നതിനായി ധാരാളം പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇന്ന് BJP സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. കാരണം അവരുടെ സ്വത്വത്തെ സംരക്ഷിക്കാൻ, അവരിൽ നിന്നൊരാളെ രാഷ്ട്രപതിയാക്കാനൊക്കെ ശ്രമിച്ച ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആ പാർട്ടിയും പ്രത്യയശാസ്ത്രവും മാറുന്നു. അങ്ങനെ ആ പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്ക് ഇത്തിരി വോട്ട് കിട്ടാനുള്ളതാണ്, നിങ്ങൾ ആ പ്രതികളെ വെറുതെ വിടണം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്തു കൊള്ളണമെന്നില്ല. സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ നല്ലൊരു വക്കീലിനെ വെച്ച് കന്യാസ്ത്രീകൾക്ക് ആവശ്യമായ നിയമസഹായം നൽകി അവരെ ജാമ്യത്തിലെടുക്കാൻ പറ്റുമെങ്കിൽ ജാമ്യത്തിലെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ NIA കോടതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾ ഇറങ്ങിക്കളിച്ച ആ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത് അങ്ങേയറ്റത്തെ നക്സൽ ബാധിതമായ പ്രദേശമാണ്. നക്സലുകൾക്ക് വേണ്ടിയിട്ടാണോ ഈ പണി ചെയ്യുന്നത് എന്നറിയാൻ തീർച്ചയായും ഈ നിയമ ഏജൻസികൾക്ക് തീർച്ചയായും സംശയമുണ്ടാകും. അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ഇത്തരം വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. NIA കോടതിയിൽ എന്താണ് ഇവർ പറയാൻ പോകുന്നത് എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. അതിനു മുമ്പ് തന്നെ ഇവിടെ വലിയ രാഷ്ട്രീയ പ്രകടനം നടത്തുകയോ ജയിലിലേക്ക് മാർച്ച് നടത്തിയത് കൊണ്ടോ ഒന്നും ആരും കന്യാസ്ത്രീകളെ തുറന്നു വിടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ കന്യാസ്ത്രീകൾ എങ്ങനെ ഈ പറയുന്ന ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി? ഈ പെൺകുട്ടിയുടെ വീട് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 200-300 കിലോമീറ്റർ അകലെയാണ്. ആ ഗ്രാമത്തിൽ നിന്നും, ആ കുഗ്രാമത്തിനടുത്ത് മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ അവർ തിരഞ്ഞെടുത്തിട്ടില്ല. കാരണം ഈ പോലീസ് ചെക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. ഇവരെ ദുർഗിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ, ദുർഗ് സാമാന്യം വലിയ ഒരു പട്ടണമാണ്. അവിടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പോലീസ് പരിശോധനയോ അല്ലെങ്കിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയോ കുറവായതുകൊണ്ടുമാണ്. മാത്രമല്ല ഈ 2 സിസ്റ്റർമാരും എത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്നല്ല. ഒരാൾ ആഗ്രയിൽ നിന്നും ഒരാൾ നാഗ്പൂരിൽ നിന്നുമാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ വന്നത്? കാരണം എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന 2 സിസ്റ്റർമാരാണ് ഇവർ. ഇവരെ ഈ കഴിഞ്ഞ മാസം 4-ാം തീയതി, അതായത് ജൂലൈ മാസം 4-ാം തീയതി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടവരുണ്ട്. അവർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സമയം ചിലവഴിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും കാണാൻ കഴിയും. പിന്നീട് അവർ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് യാത്ര പോയത്? 2 വഴിക്ക് പിരിഞ്ഞത് എവിടെ വെച്ചാണ്? രണ്ടുപേരും വീണ്ടും സന്ധിച്ചത് എവിടെ വെച്ചാണ്? ഇവരെ പറഞ്ഞയച്ചത് ആരാണ്? ഇവർക്ക് പിന്നിലുള്ള ദൗത്യം എന്താണ്? ഇവർ ഒരു അക്ഷരം പോലും മിണ്ടാതെ ഈ പറയുന്ന പ്രവർത്തകരുടെ മുന്നിലും അല്ലെങ്കിൽ പോലീസിൻ്റെ മുന്നിലും നിൽക്കുന്നത് നമ്മൾ കണ്ടു. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വിവരങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളത് പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. അല്ല എങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടും. അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ പോലീസിൻ്റെ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഇവർ പറഞ്ഞാൽ തീർച്ചയായും ഇവർ ചെയ്യുന്ന പ്രവർത്തനം നിയമവിരുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് എന്ന് വേണം ധരിക്കാൻ. എന്തായാലും ഇവർ മിണ്ടാതിരുന്നു. ഇവർ പോലീസിൻ്റെ പിടിയിലാകുന്നു. സാഹചര്യ തെളിവുകൾ ഇവർക്കെതിരാണ്. നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഇവർ രണ്ടുപേരും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നത്? അവിടെ നിന്ന് ഇവർ എങ്ങോട്ടാണ് പോയത്? എന്തിനാണ് വീണ്ടും ഇവർ ഈ ഛത്തീസ്ഗഡിൽ ഒരുമിച്ച് വന്നത്? ഈ 3 പെൺകുട്ടികളെ ഇവർ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ അരമനകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത്. അരമനകളിലേക്ക് കൊണ്ടുപോകുന്നതോടുകൂടി ഈ പെൺകുട്ടികളുടെ ജീവിതം മറിയാൻ പോവുകയാണത്രേ. കേരളത്തിലെ അരമനകളിൽ നടക്കുന്നത് എന്താണ് എന്ന് ചില കന്യാസ്ത്രീകൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കന്യാസ്ത്രീകൾക്ക് തിരുവസ്ത്രം അണിഞ്ഞ ആളുകൾക്ക് ഇങ്ങനെയാണ് കേരളത്തിലെ അരമനകളിൽ പോലും അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ ഈ പറയുന്ന ഏറ്റവും പിന്നോക്കം ചെന്ന ആദിവാസി ഊരുകളിൽ നിന്നും കൊണ്ടുവരുന്ന പെൺകുട്ടികൾക്ക് ഇവിടുത്തെ അരമനകളിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ന് ഇവിടുത്തെ അധികൃതരും സർക്കാരും ഒക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇതുവരെ കന്യാസ്ത്രീകളുടെ യാത്രയും പ്രവർത്തനവുമെല്ലാം ദുരൂഹമാണ്. അവർക്ക് നക്സലൈറ്റുകളുമായി ബന്ധമുണ്ട് എന്ന് പോലും ഈ പറയുന്ന ചാർജുകൾ, ഈ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇനി കോടതിയിൽ പ്രോസിക്യൂഷൻ പറയുന്നത് എന്ന് കേൾക്കാനായി എല്ലാവരും കാത്തിരിക്കുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.